ഇനി നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തുറയിലേക്കാണ്. നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, അല്പസമയം മുമ്പാണ് നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് തൃപ്പൂണിത്തുറയിൽ ആരംഭിച്ചത്. നഗരസഭാ സെക്രട്ടറിയാണ് വരണാധികാരി. ഇത് ഈ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുള്ളത്, ചരിത്രത്തിൽ ആദ്യമായി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ എത്തുന്നു എന്നുള്ളതാണ്. 53 അംഗ കൌൺസിലാണുള്ളത്. അതിൽ 21 സീറ്റാണ് NDAക്കുള്ളത്, 20 സീറ്റ് ഇടതുപക്ഷത്തിനുണ്ട്, 12 സീറ്റ് UDFിനുണ്ട്. NDAക്ക് വേണ്ടി അഡ്വക്കേറ്റ് BL ബാബുവാണ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത്. വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് രാധിക വർമ്മയാണുള്ളത്. ഒരു വോട്ടിന്റെ പിൻബലത്തിൽ, ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കാമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഇവിടെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തുക. കാരണം 3 കക്ഷികളും മത്സരത്തിനുണ്ട്. 12 സീറ്റുള്ള UDFിന്റെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി CA ഷാജിയാണ്. LDFിന് വേണ്ടി KT അഖിൽദാസും മത്സരിക്കും. ആദ്യ റൌണ്ടിന് ശേഷം ഏറ്റവും കുറവ് വോട്ടുള്ള ആളുകൾ ആ റൌണ്ടിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് ആദ്യത്തെ റൌണ്ടിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയ കക്ഷികൾ വീണ്ടും രണ്ടാമത്തെ റൌണ്ടിലേക്ക് മത്സരിക്കുന്നു. അതിനുശേഷമായിരിക്കും നഗരസഭാ ചെയർമാനെ തെരഞ്ഞെടുക്കുക. BJP വലിയ പ്രതീക്ഷയിലാണ്. ഇവിടെ BJP നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന നഗരസഭയുടെ ചുമതലയുണ്ടായിരുന്ന എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ ആദ്യം 2020 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 15 സീറ്റും പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ LDFിന്റെ 2 സീറ്റുകൾ പിടിച്ചെടുത്ത് 17 സീറ്റിലേക്ക് BJP ഉയർത്തിയതാണ്. അന്ന് മുതൽ തന്നെ ഇതൊരു A ക്ലാസ് നഗരസഭയായി BJP തീരുമാനിച്ച സ്ഥലമാണ്. അതുകൊണ്ട് മാഷെ, എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞല്ലോ. അതാണ്, ഒരാശങ്കയുമില്ല. എല്ലാ തയ്യാറെടുപ്പും. ഒരു വോട്ടാണ് ഇതിൽ ഏറ്റവും നിർണായകം. അതിനുവേണ്ടി കൃത്യമായ പരിശീലനമടക്കം BJP കൌൺസിലർമാർക്ക് ഒരു തരത്തിലും വോട്ട് അസാധുവാകാതിരിക്കാൻ വേണ്ടി കൃത്യമായ പരിശീലനമടക്കം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് അതിന്റെ പൂർത്തിയാകും. BJP ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭ, പന്തളത്തിനും പാലക്കാടിന് ശേഷം തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, അതാണ് തൃപ്പൂണിത്തുറയിലും BJP ഇത്തവണ ആദ്യമായി ഭരണത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. NDAക്ക് 21, LDFിന് 20, UDFിന് 12 എന്നുള്ളതാണ്. അപ്പോൾ ഒരു നേരിയ മാർജിനിൽ BJP എത്തുകയാണ്, NDA എത്തുകയാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക്. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം. അങ്ങനെ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. അതിനിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ VV രാജേഷിനെ മുഖ്യമന്ത്രി ടെലിഫോണിൽ വിളിച്ച് ആശംസ അറിയിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.